ഇതാണ് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തെ നമുക്ക് ഉള്ള തോടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ കുളിക്കാനും തുണി അലക്കുവാനൊക്കെ വരും. അത് കൂട്ട് ഇപ്പോൾ ഇങ്ങനെ ആരും അങ്ങനെ തോട്ടിലൊന്നും വന്ന് അങ്ങനെ കുളിക്കാറോ അങ്ങനെ അലക്കാറോ ഇല്ല. കാരണം എല്ലാവർക്കും വീട്ടിൽ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യവും ഇതുമൊക്കെ ആയിട്ട്. പക്ഷേ തോട്ടിൽ വന്ന് ഈ വെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ തോട്ടിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫ്രണ്ട്സാണ് വേണ്ട ഇതുപോലെ ഐറ്റംസ്. ഇത് തോട്ടിലെ ഞണ്ട. ആൾ കുറച്ച് ഡേഞ്ചറാണ്. കണ്ടോ, അവൻ ആക്രമിക്കാനാണെങ്കിൽ അവൻ മിടുക്കനാണ്. അവനെ ഏത് നേരത്തിൽ നമ്മളെ ആക്രമിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ്. കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ അവൻ നമ്മളെ അള്ളും. ഓ, ഇവൻ സമ്മതിക്കുകയല്ലോട്ടോ, ഇവൻ ഭയങ്കര ഭീകരനാണ്. എടാ, നിന്നെ തോട്ടിൽ നിന്ന് എടുത്തവൻ ഞാൻ തന്നെയല്ലേടാ. ഓഹോ, ചേടാ നീ എന്നടാ പോരാത്തെ. നീ വാ, നിന്നെ മര്യാദയ്ക്ക് ഞാൻ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ കൈയൊക്കെ കറക്കി ഭയങ്കര സെറ്റപ്പിലാണ് നിൽക്കണം. ആൾ കൊടും ഭീകരനാണ് സാർ. ഭീകരൻ എന്ന് പറഞ്ഞാൽ കൊടും ഭീകരൻ. എടാ, ഞാൻ നിന്നെ കൊല്ലത്തൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇത്ര മസിൽ പിടിക്കുന്നേ? ഓട്ടത്തോടെ ഓട്ടമാണല്ലോ ഇവൻ. ഓടി നിന്നോ? ഓടി അവൻ നിന്നു. എന്നാ ഇങ്ങ് വാ. രണ്ട് കൈ കൊണ്ട് ആക്രമിക്കാൻ തയ്യാറാ. ഒരു കയ്യിൽ എൻ്റെ ഫോണും ഇരിക്കുന്നതുകൊണ്ടാണ് നിന്നെ എനിക്ക് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. വാ വാ വാ, അധികം വലിച്ചു കഴിഞ്ഞാൽ കൈ ഊരി പോരും. വാ വാ വാ. വാട മോനത്തെ, വാട 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 വാട. നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനാ ആൾക്കാരും ഇതിൻ്റെയൊക്കെ കുറവുള്ളതുകൊണ്ട് ഇവനെ പിടിക്കാൻ വലിയ പാടില്ല. പക്ഷേ ആരും ഇവനെ ഇങ്ങനെ ഇതുപോലെയുള്ളതിനെ ഒന്ന് പിടിച്ചാൽ അറിയത്തില്ലാതെ പോയി പിടിക്കരുത്. പെറുക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. അവനെ തൽക്കാലം നമുക്ക് ബക്കറ്റിൽ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ 2-3 പേരെയും കൂടെ കിട്ടുവാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. അതും കൂടെ നോക്കണം. ഇതുപോലെ പാറക്കടിയിലൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ തോട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു വിശേഷപ്പെട്ട ഒരു സാധനമാണ് ഇത്. കാണാനിത് നമ്മുടെ ഈ കക്ക പോലെ ഇരിക്കും, പക്ഷേ ഇത് ചെറുതാണ്. ഇതിൻ്റെ പേര് ഞവണിങ്ങ എന്ന് പറയും. ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരൊക്കെ ആയിരിക്കും. ഇതിനിപ്പോൾ ഇവിടെ പറയുന്നത് ഞവണിങ്ങ എന്നാണ്. ഞാൻ കോട്ടയംകാരനാണ്. ഞവണിങ്ങ എന്ന് പറയും. ഇത് ഈ സൈസല്ല, ഇത് ഇതിലും നന്നായിട്ട് വലുതാവും. അന്നേരം നമുക്ക് ഈ കക്കയിറച്ചി കഴിക്കുന്ന പോലെ തന്നെ ഇതും കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്.